ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ബാക്കിയുള്ളവർ ഇപ്പം നമ്മളുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് പലരും എന്തെങ്കിലും നിനക്ക് പൊണ്ണത്തടിയാണ്, അല്ലെങ്കിൽ നിന്നെ കാണാൻ കൊള്ളത്തില്ല, നിനക്ക് കറുപ്പാണ്, വെളുപ്പാണ്, നിൻ്റെ മുടി കൊള്ളത്തില്ല, നിൻ്റെ മൂക്ക് വളഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ അംഗവൈകല്യമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലരൊക്കെ പലരും ഈ സ്കൂളിലൊക്കെ പിള്ളേരൊക്കെ ഇരട്ട പേര് വിളിക്കും. അതുപോലെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇരട്ടപ്പേര് വിളിക്കുന്നവരുടെ ഉദ്ദേശം എന്താ? ഒന്നുകിൽ നമ്മളെ വിഷമിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മളെ ദേഷ്യപ്പെടുത്തണം, അല്ലേ? ഇതിനു വേണ്ടി അവർ ഇരട്ടപ്പേര് വിളിക്കുന്നത്. ഒന്നുകിൽ നമ്മളൊന്ന് ദേഷിക്കുന്നത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷം, നീ എന്നെ അങ്ങനെ വിളിച്ചു, അല്ലെങ്കിൽ നമ്മളങ്ങ് ചമ്മി വിഷമിച്ചിരിക്കുമ്പം അതും അവർക്കൊരു സന്തോഷം. പക്ഷെ നമ്മൾ ചമ്മാനും പോകുന്നില്ല, ദേഷ്യപ്പെടാനും പോകുന്നില്ലെങ്കിൽ ഈ പറയുന്ന ആൾ ചമ്മിപ്പോവും. അപ്പം ബാക്കിയുള്ളവർ നമ്മളെന്തെങ്കിലും കളിയാക്കിയോ കോപപ്പെട്ടോ വിളിക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു ആ സ്വയസ്നേഹത്തിന് നമ്മളങ്ങ് മരിച്ച് കർത്താവേ പുള്ളിയോടങ്ങ് നമ്മൾ കൂളായിട്ടങ്ങ് പെരുമാറുന്നു. അപ്പോൾ അവിടെ 139 സങ്കീർത്തനത്തിൽ നമ്മളുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ച്, ശരീരത്തിൻ്റെ എല്ലാ പ്രകൃതത്തെക്കുറിച്ചും അവിടെ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത് എന്താണെന്നറിയാവോ? 14 വാക്യം കണ്ടോ? 139:14 ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ ദൈവത്തെക്കുറിച്ച് പെറുപെറുക്കുന്നു, പരാതി പറയുന്നു. അങ്ങനെയാണോ എഴുതിയേക്കുന്നത്? ഇല്ല, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പലപ്പോഴും കണ്ണാടി നോക്കിയിട്ട് അങ്ങ് ദൈവത്തോട് പെറുപെറുക്കില്ല. അയ്യോ, എന്നെ എന്തോത്തിന് ഇങ്ങനെ സൃഷ്ടിച്ചേ, എനിക്ക് മറ്റേ പോലെ അല്ല, ഞാൻ അവരെ പോലെ എനിക്ക് നീളമില്ല, എനിക്ക് ഇവരെ പോലെ അതോ ഞാൻ അത്രയ്ക്ക് വലിയ ലുക്സ് ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ പലപ്പോഴും യൗവനക്കാർ പലപ്പോഴും അവർക്കൊരു അപകർഷതാബോധം, അപകർഷതാബോധം വെച്ചാൽ ലോ സെൽഫ് എസ്റ്റീം, എനിക്ക് എന്നെ തന്നെ വെറുപ്പാന്നൊക്കെ പറഞ്ഞ ഒരു നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പലരും അങ്ങ് പഠിത്തത്തിൽ മോശമാവുന്നു, ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടിക്കുന്നു. പക്ഷേ നമ്മൾ ദൈവഭാഗ്യം എന്താ പറയേണ്ടത്? നമ്മളുടെ ദൈവമാണ് നമുക്ക് ആരെ തന്നത്? അപ്പനെയും അമ്മയും തന്നത്. ആ അപ്പൻ്റെയും അമ്മയുടെയും ജനിതകമായിട്ടുള്ള പല വിശേഷതകളാണ് നമുക്ക് കളറായിട്ടും സ്റ്റേച്ചറായിട്ടും പല കാര്യങ്ങളുമൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. ശരിയാണ്, നമ്മളുടെ ഇപ്പം പല കാരണങ്ങളുകൊണ്ടും പല ശാരീരിക സ്ഥിതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ദൈവമുമ്പാകെ ദൈവത്തോട് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം, നന്ദി പറയണം. ഐ ഗിവ് താങ്ക്സ് ടു ദീ. ആ ഒരു ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ശാരീരിക സ്ഥിതിയെക്കുറിച്ച് നമ്മൾ കണ്ണാടി നോക്കിയിട്ട് ദൈവത്തോട് അമർഷം അല്ലെങ്കിൽ പരാതിയും പിറുവിറുപ്പും പറയുമല്ല, ഭയങ്കരവും അതിശയകരവുമായിട്ട് എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകേണ്ട ശരീരമാണ്, അല്ലേ? നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, നമ്മൾ രക്ഷിക്കപ്പെടുമ്പം ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നാണ് 1 കൊരിന്ത്യർ 6:19 പറയുന്നത്.